പ്രിയമുള്ളവരെ, എന്നെ പരിചയമില്ലാത്ത ആളുകൾക്ക് ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഞാൻ സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ സ്റ്റാർസ് പ്രോജക്റ്റിൻ്റെ കൺസൾട്ടൻ്റാണ്. മാത്രമല്ല, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെക്കുറിച്ചാണ്. ആ പാഠപുസ്തകം നിർമ്മിച്ച സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കൂടി അതിൻ്റെ ഫലപ്രദമായ വിനിമയം സാധ്യമാക്കാൻ എങ്ങനെയൊക്കെ നമ്മുടെ അധ്യാപകരെ സഹായിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്കറിയാം, കുറേയേറെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് അധ്യാപകർക്ക് വേണ്ടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളൊന്നും ഔദ്യോഗികമല്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഫലപ്രദമായി നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷ വിനിമയം ചെയ്യാൻ കഴിയണം, അതിന് നിങ്ങളെ സഹായിക്കണമെന്ന അതിയായ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിലുള്ള ഒരു സഹായ പരിപാടി ഓൺലൈനായി നിങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. ആമുഖമായി തന്നെ പറയട്ടെ, ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഇംഗ്ലീഷ് പഠനവുമായി ബന്ധപ്പെട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. മറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഗതികൾ അതിൽ പോസ്റ്റ് ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി മുതിരുകയോ ചെയ്യാതിരിക്കുക എന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപക്ഷെ സ്കൂൾ ഓപ്പണിങ്ങിന് ശേഷമായിരിക്കും ജനറൽ ട്രാൻസ്ഫറൊക്കെ നടക്കുക നിങ്ങളുടെ ജില്ലകളിൽ. അപ്പോൾ നിലവിലിപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ള ആളുകൾ പലരും ചിലപ്പോൾ മറ്റു ക്ലാസ്സുകളിലേക്ക് സ്ഥലം മാറിപ്പോയി എന്ന് വരാം. അങ്ങനെയാണ് എങ്കിൽ ദയവായി നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവണം. കാരണം എന്നാൽ മാത്രമേ പുതുതായി 2ാം ക്ലാസ്സിലേക്ക് വരുന്ന അധ്യാപകരെ നമുക്കിതിലേക്ക് ഉൾക്കൊള്ളിക്കാനാവുള്ളൂ. ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് വളരെ ചെറിയ ഒരു വീഡിയോ സെഗ്മെൻറ്റ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആദ്യത്തെ ആഴ്ചകളിൽ നമുക്ക് എന്തൊക്കെ ഇംഗ്ലീഷ് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. സത്യത്തിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികൾ ഒരുപക്ഷെ 1ാം ക്ലാസ്സിൽ നിങ്ങളതിനെ പഠിപ്പിച്ചവരാകാം. അതല്ല എങ്കിൽ 1ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് വരുന്ന കുട്ടികളാകാം. അവരുടെ നിലവാരം അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലെത്തുന്ന കുഞ്ഞുങ്ങൾ 1ാം ക്ലാസ്സിൽ എത്രത്തോളം പഠിച്ചു, എത്ര കണ്ട് അവർ ഭാഷാർജനം പ്രക്രിയയിലൂടെ മുന്നേറിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു അധ്യാപകനും ആദ്യമായി ചെയ്യേണ്ടി വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേറ്ററി എക്സസൈസ് ആയിട്ട് വേണം നിങ്ങൾ ആദ്യ ആഴ്ചകളിലെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തെ കാണുന്നതിന്. ദയവായി ആദ്യ ആഴ്ച നിങ്ങൾ പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കേണ്ടതില്ല. നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു പ്രിപ്പറേറ്ററി ആക്ടിവിറ്റി പാക്കേജ് തരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കഴിയുമെങ്കിൽ 2 ദിവസത്തിനകത്ത് അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ ഒരു പാക്കേജ് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കാം. അതില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. നോക്കൂ, 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വിദ്യാലയ സന്നദ്ധതാ പ്രവർത്തനം ഒരു പാക്കേജായിട്ട് വിദ്യാലയങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആ സന്നദ്ധതാ പ്രവർത്തന പാക്കേജ് ഞാൻ ലഭ്യമാക്കാം. ഒന്നൊരുക്കം എന്നാണ് ആ പാക്കേജിൻ്റെ പേര്. 1ാം ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും സമാനമായ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടിയിട്ടാവില്ല വരിക. അങ്ങനെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധതാ പാക്കേജാണിത്. 10 ദിവസത്തെ വിദ്യാലയ അനുഭവങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തന പാക്കേജാണ്. അതിനകത്ത് ഭാഷയുമായി ബന്ധപ്പെട്ടും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടും ഗണിതവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് കായിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പാക്കേജാണിത്. അതിൽ കുറേയേറെ ഇംഗ്ലീഷ് വിഷയവുമായി ബന്ധപ്പെട്ട സന്നദ്ധതാ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ സന്നദ്ധതാ പ്രവർത്തനങ്ങൾ നിശ്ചയമായും 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളെ മാനസികമായി ഒന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾക്ക് ചെയ്യാം.
അത് ഭാഷാ പഠനത്തിനോടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിക്കും. മാത്രവുമല്ല, ഈ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള കുട്ടികൾ എത്രത്തോളം ഇംഗ്ലീഷ് അക്വിസിഷൻ പ്രോസസ്സിൽ മുന്നേറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൂടെ സഹായിക്കുന്ന തരത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ നിങ്ങൾ പറയുന്ന ഭാഷ ഇംഗ്ലീഷ് അവർക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് ഇംഗ്ലീഷിൽ തന്നെ ബ്രോക്കണായിട്ടെങ്കിലും നിങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് ലളിതമായ വാചകങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവ് നമുക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് 2ാം ക്ലാസ്സിലെ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ഉള്ള തുടർ പ്രവർത്തനങ്ങളെ നമുക്ക് ക്രമീകരിക്കാനാവുള്ളൂ. നിങ്ങളുടെ ഹാൻഡ്ബുക്കിൻ്റെ ആദ്യ അധ്യായം എന്തായാലും ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ച തന്നെ നിങ്ങൾക്ക് ലഭ്യമാക്കും. അതിൻ്റെ അവസാന മിനുക്ക് പണികളാണ് ഇപ്പോൾ ഉള്ളത്. അത് SCERTയുടെ പോർട്ടലിൽ ലഭ്യമാക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് SCERTയുടെ അനുമതി ലഭിച്ചതിന് ശേഷം അയക്കാനും ശ്രമിക്കാം. അതിൽ നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതേപടി നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ്സിൽ നടത്താനാവില്ല. അത് നമ്മൾ 1ാം ക്ലാസ്സിൽ കുട്ടി സ്വാഭാവികമായും കടന്നു വന്ന നേടിയ കഴിവുകൾ ഇന്നതൊക്കെയാണ് എന്ന ഒരു പ്രജുഡിസോട് കൂടി തയ്യാറാക്കിയതാണ്, ഒരു മുൻവിധിയോടുകൂടി തയ്യാറാക്കിയതാണ്. എല്ലായിടങ്ങളിലെയും കുട്ടികൾക്ക് ആ തരത്തിലുള്ളൊരു വളർച്ചയിലേക്ക് എത്താൻ പറ്റിയിരിക്കണമെന്നില്ല, പലവിധ കാരണങ്ങളാൽ. അപ്പോൾ അങ്ങനെയുള്ളെങ്കിൽ വ്യത്യസ്തങ്ങളായ നിലവാരങ്ങളിലായിരിക്കും കുട്ടികളുള്ളത്. അല്ലെങ്കിൽ തന്നെ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം വ്യത്യസ്തങ്ങളായ നിലവാരത്തിലാണ്, പല തട്ടുകളിലായിരിക്കും. ഈ കുട്ടികളെ എങ്ങനെയാണ് കണ്ടുകൊണ്ട് വേണം നിങ്ങൾക്ക് ഞങ്ങൾ ലഭ്യമാക്കുന്ന ഹാൻഡ്ബുക്കിലെ പ്രവർത്തനങ്ങളെയും ക്രമീകരിക്കാൻ, അതിനെ ഒരു അഡാപ്റ്റേഷനിൽ കൂടി വിധേയമാക്കിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. അങ്ങനെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഹാൻഡ്ബുക്കിനെ കുറിച്ചും മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ചും പാഠപുസ്തകത്തെക്കുറിച്ചുമൊക്കെ ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ ഈ ആദ്യ ദിനം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ആദ്യത്തെ ഒരാഴ്ച ഈ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വിദ്യാലയ സന്നദ്ധതാ പ്രവർത്തനങ്ങളുടെ ഇംഗ്ലീഷ് പ്രവർത്തനങ്ങൾ, അതിനകത്ത് ഗെയിമുകളുണ്ട്, അതിനകത്ത് മ്യൂസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ അതിലൂടെ കടത്തിവിടുകയും അങ്ങനെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിനുള്ള മാനസികമായൊരു ഒരു സന്നദ്ധത ഉണ്ടാക്കിയെടുക്കാനും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ വാട്സാപ്പിൽ പങ്കുവെച്ചോളൂ. അതുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ലഘു വീഡിയോകൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.